ശമ്പളം മുടങ്ങി 108 ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കി. CATU നേതൃത്വം നൽകുന്ന എംപ്ലോയീസ് യൂണിയനാണ് സമരരംഗത്തുള്ളത്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ 108 ആംബുലൻസുകൾ ജൂലൈ 23-ന് സർവീസ് നിർത്തി പ്രതിഷേധിച്ചു. CATU നേതൃത്വം നൽകുന്ന എംപ്ലോയീസ് യൂണിയനാണ് സമരരംഗത്തുള്ളത്. ഒരാഴ്ചയിലേറെയായി നടത്തുന്ന നിസ്സഹകരണ സമരം ഫലം കാണാത്ത സാഹചര്യത്തിലാണ് സമരം. പണിമുടക്കിയ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആംബുലൻസുകളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 21 ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധവുമായി വന്നത്. 108 ആംബുലൻസ് സർവീസ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആംബുലൻസ് സർവീസ് സാധാരണ പണിമുടക്കുകളിൽ നിന്ന് SFTRന്റെ ഒഴിവാക്കി കൊടുക്കാറുള്ള മേഖലയാണ്. ഇത് അവർക്ക് തന്നെ ഒരു പണിമുടക്ക് വരേണ്ടി വന്നു എന്നുള്ളത് എസൻഷ്യൽ സർവീസ് ആണെന്ന് അറിയാഞ്ഞിട്ടല്ല. ആ എസൻഷ്യൽ സർവീസിന് അവർക്ക് മുടക്കമില്ലാത്ത വിധത്തിൽ ആ എസൻഷ്യൽ സർവീസ് ഇവിടെ പോകണമെന്ന് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ഇവിടുത്തെ NH എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് പോകാൻ കഴിയില്ലല്ലോ. NH ഡയറക്ടറേറ്റിലേക്ക് കൂടുതൽ പോകാൻ കഴിയുന്നു. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് ആരോഗ്യ വകുപ്പ് അത് കൃത്യമായി മുടങ്ങാതെ തരാൻ വേണ്ടിയുള്ള സംവിധാനം ഉറപ്പുവരുത്താൻ തയ്യാറാവണം. അത് മെഡിക്കൽ കോർപ്പറേഷൻ ഇടപെട്ടിട്ടാണെങ്കിലും മെഡിക്കൽ കോർപ്പറേഷന്റെ സ്വാഭാവികമായിട്ടും മരുന്ന് വാങ്ങാൻ, അതേപോലെ തന്നെ ഇതുപോലെ സർക്കാരിന്റെ അവശ്യ സർവീസ് മരുന്നുകൾ സൗജന്യമായി കൊടുക്കാൻ, അതുകൂടാതെ ആംബുലൻസ് സർവീസ് നടത്താൻ, എക്സ്ട്രാ ആംബുലൻസ് സർവീസ് നടത്താനൊക്കെ ഉള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഡയറക്റ്റ് എംപ്ലോയർ. അഥവാ അത് കോൺട്രാക്ട് സിസ്റ്റം എന്നുള്ളത് TVK മാനേജ്മെന്റാണ്. ആ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും അതുപോലെ ഇന്നിപ്പോൾ NHMന്റെ ഡയറക്ടറും പങ്കെടുത്തുകൊണ്ടാണ് ഈ ചർച്ച വന്നതുള്ളതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രതിഷേധ മാർച്ചിൽ ഇത് അവസാനിപ്പിച്ച് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സൂചനാ പണിമുടക്കടക്കം നേരത്തെ 2 ജില്ലകളിൽ നേരത്തെ ഒഴിവാക്കിയിരുന്നു. ബാക്കി ജില്ലകളിലേക്ക് ഈ പണിമുടക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തുറന്ന് അത് ഈസായിട്ട് മുന്നോട്ട് പോകാൻ പുറത്തുള്ള ദിവസങ്ങളിൽ 30-ാം തീയതി ശമ്പളം കിട്ടുമെന്ന് ഗവൺമെന്റ് തന്നെ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ അത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ആ ചർച്ചയിൽ കൂടി പങ്കെടുത്താണെന്നുള്ളത് ഞാൻ അറിയിച്ചു.